നിങ്ങൾ ഏതായാലും ഈ ഒരു അനാലിസിസിൻ്റെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ തമ്പ് കണ്ടിട്ടുണ്ടാകും. ഇതൊരു പ്രവചനമല്ല. പ്രവചനമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാൻ കഴിയും. നമ്മൾ പ്രവചിക്കുമ്പോൾ സാധാരണ ഒരു പ്രവചനമല്ല. നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫാൻറ്റസിയാണ്. നമ്മൾ പലപ്പോഴും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നടക്കാവുന്നതും നടക്കാത്തതുമായ അനവധി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ചില കണ്ടൻറ്റുകളോട് ചേർത്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സത്യമുണ്ടെന്ന് തോന്നും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഇത് ചില സിനിമകൾ ആരംഭിക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കാറുണ്ട്, ഇതിലെ കഥാപാത്രങ്ങളും കഥയുമൊന്നും യഥാർത്ഥ സംഭവമല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണെന്ന്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതായാലും ഇതിന് ആദ്യമായി ആവശ്യമുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച ഒരു ബോഡി ലാംഗ്വേജ് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, ഒരു 4 കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. 1 കോ ഇൻസിഡൻ്റാണ്, യാദൃശ്ചികം. 2 ലോജിക്കാണ്, യുക്തി. 3 ഫാൻറ്റസിയാണ്, അതായത് ഭാവനാസങ്കല്പമാണ്. 4 നമ്മൾ ബോഡി ലാംഗ്വേജും കൂടെ. ഈ 4 കാര്യങ്ങൾ ചേർത്തിണക്കുമ്പോഴാണ് കേരളത്തിൽ BJPക്ക് MP ഉണ്ടാകുമെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അതിൽ 1, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രചരണം നടത്തുന്ന മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മോദി പ്രചരണം നടത്തുന്ന മണ്ഡലങ്ങളെല്ലാം BJP ജയിച്ചു കയറുകയാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ അത്തരം മണ്ഡലങ്ങൾ നോക്കി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിന് പോകുന്നതും. തോറ്റുകഴിഞ്ഞാൽ അത് വലിയ വാർത്തയാകും. പ്രധാനമന്ത്രി പലവട്ടം പ്രചരണത്തിന് പോയിട്ടും ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കുകയും മറ്റു മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ തവണ കേരളത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും BJPയുടെ നേതാക്കളെല്ലാം തലകുത്തി മറിഞ്ഞിട്ടും ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഗെയിമായിട്ട് വേണം കരുതാൻ. കാരണം BJP കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിൽ കാണുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ മാസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് കേരളത്തിലെത്തിയത്. ആ 2ഉം തൃശ്ശൂർ തന്നെയായിരുന്നു. ആദ്യത്തെ തവണ എത്തിയത് നാരീശക്തിയിൽ പങ്കെടുക്കാനായിരുന്നു. അവിടെ വെച്ച് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി അതൊരു പ്രഖ്യാപനം തന്നെയായിരുന്നു. പിന്നീട് എത്തിയത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ്. ഒരു വിവാഹത്തിന് ഒരു പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ലോക നേതാവായി അറിയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുമ്പോൾ അതിൽ ഒരു ശക്തമായ സന്ദേശമുണ്ട്. 2 സന്ദേശമാണ് അതിലൂടെ നൽകിയത്. 1, സുരേഷ് ഗോപി തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ഇവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും, ഈ സുരേഷ് ഗോപിയുടെ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നും വേറെ അലമ്പ് പണി കാണിക്കരുതെന്ന് പാർട്ടിക്കുമുള്ള ഒരു താക്കീതായിട്ട് തന്നെയാണ് അവിടെ അദ്ദേഹം എത്തുന്നത്. ഇത് ആണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതായത് BJPക്കാർ ഉറച്ച് വിശ്വസിക്കുന്നു BJPക്ക് ഒരു സീറ്റ് ലഭിക്കും. അത് തൃശ്ശൂരോ ഇല്ലെങ്കിൽ തിരുവനന്തപുരം, ഒരു സീറ്റ് എന്തായാലും കേരളത്തിലുണ്ടാകും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും അവർക്ക് ഒരു സീറ്റെങ്കിലും ഉണ്ടാകണമെന്ന് അവർക്ക് നിർബന്ധമാണ്. ഇതേ പ്ലാൻ അവർ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കുന്നതിൽ നടത്തി വിജയിച്ചതാണ്. കേരളത്തിൽ നിന്ന് പോലും ദ്രൗപദി മുർമുവിന് ഒരു വോട്ട് ലഭിക്കുകയുണ്ടായി. നമുക്കത് ശ്രദ്ധേയമായ കാര്യമാണ്. എല്ലാ സംസ്ഥാനത്തു നിന്നും അവർക്ക് വോട്ട് ലഭിച്ചു, കേരളത്തിൽ നിന്നും ലഭിച്ചു. ആ മെത്തേഡിൽ തന്നെയാണ് അവർ ലോക്സഭയിലേക്ക് പോകുന്നത്. കാരണം അവർ അതിനെ കണക്ക് കൂട്ടുന്നത് തന്നെ മോദി ഇനി അധികാരത്തിലേക്ക് വരുന്നത് ചക്രവർത്തി പദത്തിലേക്കാണ്. ഇതുവരെ രാജാവായിരുന്നു, ചക്രവർത്തി പദത്തിലേക്കാണ്. ചക്രവർത്തി പദത്തിലേക്ക് എത്തുമ്പോൾ ഈ ആകാശത്തേക്ക് അഴിച്ചുവിട്ട് കൊണ്ട് ഒരു വലിയ തേരോട്ടം നടത്തിയതിന് ശേഷമാണ്, എല്ലായിടത്തു നിന്നുള്ള പിന്തുണ ആർജിച്ചതിന് ശേഷമാണ് ചക്രവർത്തി പദത്തിലേക്ക് അവരോധിക്കപ്പെടുന്നതെങ്കിൽ അതേ മെത്തേഡിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംസ്ഥാനത്തു നിന്നും അവർക്ക് സീറ്റ് വേണം എന്നവർ കടുപിടുത്തം പിടിക്കുന്നത്, അതിനുവേണ്ടി ആഹോരാത്രം പണിയെടുക്കുന്നത്. ഇനി BJP ജയിച്ചില്ല എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അവർക്കൊരു MP ഉണ്ടാകും. അതും തിരഞ്ഞെടുക്കപ്പെട്ട MP, ചുളിവിൽ MP ആകുന്നതല്ല, തിരഞ്ഞെടുക്കപ്പെട്ട MP അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഈ കോ ഇൻസിഡൻസിലും ലോജിക്കിലും ഫാൻറ്റസിയിലുമൊക്കെ പരതിയാൽ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഇന്നലെ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി എത്തിയപ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നതായിരുന്നു. രാവിലെ തൊട്ട് ഉച്ചവരെ സഖാക്കളെല്ലാം അറഞ്ചം പുറഞ്ചം ട്രോളിയതും വാരി വെതറി സോഷ്യൽ മീഡിയ മലീമസമാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം യഥാർത്ഥ ചിത്രം വന്നു, മോദി അക്ഷതം കൊടുക്കുന്നത്. അത് മമ്മൂട്ടി എന്നൊരു നടൻ്റെ കാര്യം. അദ്ദേഹം കൈകെട്ടി നിന്നാലും തലയ്ക്ക് കൈവച്ചാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ ഒന്നും മമ്മൂട്ടി എന്ന് പറയുന്ന നടന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അദ്ദേഹം ഭരത് അവാർഡിൻ്റെ മികച്ച നടനാണ്, ഒരുപാട് ആരാധകരുള്ള നടൻ. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് രാഷ്ട്രീയമല്ല. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയ്ക്കോ ഇല്ലെങ്കിൽ ആ കാര്യത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ പോയത് കഴിഞ്ഞ കുറേ നാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ശക്തനിൽ ശക്തനായ, മോദിയെ താഴെ ഇറക്കാൻ നടക്കുന്ന, BJP തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന പിണറായി വിജയൻ്റെ ഒരു നിപ്പുണ്ട്. ആ നിപ്പിനെ നമുക്ക് ആ ബോഡി ലാംഗ്വേജ് അനാലിസിസ് ചെയ്യുന്ന വിദഗ്ധർ ഒരുപാടുള്ള നാടാണ് നമ്മുടേത്. ആ നിപ്പ് നിങ്ങൾ പലവട്ടം നോക്കുക. അവിടെ ഒരു വിധേയത്വം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ വിധേയത്വം തന്നെ ആയിരിക്കണം BD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അന്തർധാര സജീവമാണ് എന്ന്.
മറ്റൊന്ന്, ലോജിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും പല കേസുകളും വഴിമുട്ടി നിൽക്കുകയാണ്. വളരെ സ്പീഡിലാണ് പലതും വരുന്നത്. ലാവ്ലിൻ റെക്കോർഡ് വേഗത്തിൽ മാറ്റിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് വന്ന വഴി നിന്നുപോയി. ഇനി ബി ജെ പിക്കാർക്കെതിരെ ചില പണ ഇടപാടുകളും കുഴലുമൊക്കെയുണ്ട്, അതും അവിടെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരവസ്ഥ. ഈ കേസുകളൊന്നും എങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെയാണ് നമ്മളുടെ ഇത് വേണമെങ്കിൽ നമുക്ക് കോ ഇൻസിഡൻറ്റ് എന്ന് പറയാം. ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് യാദൃശ്ചികമായ ഒരു സംഭവമാണ്, ഇല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെത് അത് മറ്റ് ടെക്നിക്കൽ സംഭവങ്ങളാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ഇവിടെയാണ് കോ ഇൻസിഡൻറ്റും ലോജിക്കും ചേർന്ന് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ മായാലോകത്തിലേക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നു. ഇവിടെ ഒരു അന്തർധാര സജീവമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുക തന്നെ ചെയ്യും. കാരണം വോട്ട് മറിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ CPM-ൻ്റെ അക്കൗണ്ടുകളിലേക്കും വലിയ രീതിയിൽ പണം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പി രാജീവിന് കുരുക്കുമുറുകുന്നു, വീണാ വിജയന് കുരുക്കുമുറുകുന്നു, CPM-ന് ആകപ്പാടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അതായത് ഏതു സമയവും ED CPM-ൻ്റെ AKG സെൻറ്റർ മുതൽ താഴോട്ടുള്ള എല്ലാ ഓഫീസും കയറി നിറങ്ങുന്ന സാഹചര്യമാണ്. എല്ലാ തരത്തിലും ചുറ്റും കിടങ്ങ് കുഴിച്ച് ആ കിടങ്ങ് തീർത്ത് കാത്തിരിക്കുകയാണ് BJP എന്ന് പറയേണ്ടി വരും. കിടങ്ങിൽ വീഴണോ അതോ കിടങ്ങിൽ വീഴാതെ രക്ഷപ്പെടണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഇനിയില്ല CPM-നെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ പ്രധാനമന്ത്രി 2 വട്ടം മന്ത്രി വരുന്നത് ആ സീറ്റ് 101% ഉറപ്പിച്ചിട്ട് തന്നെയാകും. കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് വളരെ കാലമായി ശ്രമിച്ചു വരുന്നത്. സംസ്ഥാന നേതാക്കൾ ആരും പോയി അവിടെ അരമനയിൽ പോകാറില്ല, ബിഷപ്പിനെ കാണാറില്ല. പകരം അമിത്ഷാ മുതൽ അങ്ങനെ വലിയ വലിയ ആളുകളാണ് അവിടെ ഇങ്ങനെയുള്ളവരെ കണ്ട് ചർച്ച നടത്തുന്നത്. അതായത് കൃത്യമായ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, BJP ജയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ BJPയുടെ അനുഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില MP-മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരെക്കുറിച്ചൊക്കെ സംഘി MP-മാരൊന്നും മുണ്ടിനടിയിൽ കാക്കി ട്രൗസറാണെന്ന് നമുക്ക് പ്രതിപക്ഷം പലപ്പോഴും ആരോപിക്കാറുണ്ട്. എങ്കിൽ പോലും പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ആരോപിക്കാറുണ്ടെങ്കിൽ പോലും സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവരെയൊക്കെ സംബന്ധിച്ച് ഇനി കേരളത്തിൽ പ്രതീക്ഷയില്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു കേന്ദ്രമന്ത്രിയായി റിട്ടയർഡ് ചെയ്യാമെന്ന് കരുതിയാൽ തെറ്റ് പറയാനും കഴിയില്ല. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ നമ്മുടെ ഭാവനയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില അന്തർധാരകൾ കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ 2024 കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് ഉറപ്പാക്കി ഉണ്ടെന്ന് നമുക്ക് കരുതാനും കഴിയും. ഇതൊക്കെ ഒരു ഭാവനയാണ്. പക്ഷേ ആ ഭാവനയുടെ കൂടെ നമ്മൾ കോയിൻസിഡൻറ്റും ലോജിക്കും ബോഡി ലാംഗ്വേജും കൂടെ ചേർക്കുമ്പോൾ അതിനല്പം സത്യമുണ്ടെന്ന് തോന്നും. മലയാളികളായ നമ്മൾ മനോരാജ്യം കാണാൻ മിടുക്കരാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പലതും കാണുന്ന കൂട്ടത്തിൽ രാഷ്ട്രീയത്തെ താല്പര്യപ്പെടുന്നവർ ഇങ്ങനെ കൂടി ചിന്തിച്ചാൽ PD സതീശൻ പറഞ്ഞതിലും ചില കാര്യമില്ലേ എന്ന് ചിന്തിച്ചു പോകും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ ഇന്നത്തെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.